മക്കളെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ എന്താണ് പലരും നമ്മൾ പറഞ്ഞ പോലെ എന്താ വീക്ക്ലി പ്ലാനുകളൊക്കെ പലരും എന്താണ് ഫോക്കസ് ചെയ്ത് തന്നെ നല്ല സ്ട്രാറ്റജിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആ വീക്ക്ലി പ്ലാനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അല്ലേ അത് കവർ ചെയ്ത് ഓരോ ആഴ്ചത്തെയും കാര്യങ്ങൾ അതിനനുസരിച്ച് കവർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ എന്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വേഗം പഠിക്കും, ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ച് കഴിയുന്ന ടൈമിൽ മക്കൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പലരും ചെയ്യാത്ത കാര്യങ്ങൾ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. റെഡി, നമ്മൾ എക്സാം ചെയ്യുക എന്നുള്ളതാണ്. ചാപ്റ്റർ വൈസ് എക്സാം. ഓക്കെ, ചാപ്റ്റർ വൈസ് എക്സാം ചെയ്യുക എന്നാണ്. യെസ്, ഇതാണ് നമുക്ക് ആദ്യം മക്കളോട് പറയാനുള്ള കാര്യം. ചാപ്റ്റർ വൈസ് എക്സാം ആണ്. റെഡി, പലരും ശ്രദ്ധിക്കാറില്ല. നമ്മളെന്താണ് ഒരു ചാപ്റ്ററൊക്കെ കവർ ചെയ്ത് പോകും, അല്ലെങ്കിൽ എന്താണ് പഠിച്ച് അടുത്ത ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുക ചെയ്യുക. പലരും ചെയ്യുന്ന കാര്യം ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും, ഓരോ കൺസെപ്റ്റും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താണ് ആ ഒരു കൺസെപ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ എന്താണ് ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നോട്ടിലൊക്കെ ആ ഒരു കൺസെപ്റ്റിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മക്കൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റ് യെസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ മക്കൾ മുന്നോട്ട് പോകുന്നു. പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ യെസ് തിയറി പേപ്പേഴ്സ് അല്ല, നിങ്ങൾ എന്താ ഒരു ഇപ്പോൾ പ്രോബ്ലം പേപ്പർ ശ്രദ്ധിച്ചോ, ഇപ്പോൾ അക്കൗണ്ടൻസിയുടെ കേസ് തന്നെ ശ്രദ്ധിച്ചോ. അക്കൗണ്ടൻസിയുടെ കേസ് നമുക്കറിയാം, ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളിൽ നിന്നായിരിക്കും. ഓക്കെ, ബേസിക് കോൺസെപ്റ്റിൽ നിന്നായിരിക്കും നമുക്ക് എന്താക്കുക ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ആ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ഓരോ കോൺസെപ്റ്റുകൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ എന്താക്കുക ആ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഓരോ കോൺസെപ്റ്റും പഠിക്കുന്ന കൂട്ടത്തിൽ എന്താണ് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് എന്താണ് അതിന്റെ കൂടെ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, അതിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ പലരും എന്താണ് ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ കൂടെ നമുക്ക് എന്താണ് ടെക്സ്റ്റിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നോട്ട്സിലുള്ളതാണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് യെസ് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു യെസ് അങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമ്മൾ നമുക്ക് യെസ് ഇത് ഞാൻ പഠിച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് മക്കൾ എത്തുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്നു, അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. റെഡി, അക്കൗണ്ടൻസിനൊക്കെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഈ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റുകളും കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ നമുക്ക് അക്കൗണ്ടൻസിനൊക്കെ കേസിൽ നമുക്ക് എല്ലാ ടോട്ടൽ കോൺസെപ്റ്റ് ഓക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ കേസിൽ പഠിക്കാനുള്ള ആ ടോട്ടൽ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക അധികവും ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോന്ന് പഠിക്കുന്നതും അതേപോലെ എന്താണ് ഈ ടോട്ടൽ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഫുൾ അല്ലെങ്കിൽ ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും തമ്മിൽ എന്താണ് നല്ല ഡിഫറൻസ് ഉണ്ട്. റെഡി, പലരും ചെയ്ത് നോക്കാത്ത കാര്യമാണ്. എല്ലാ കോൺസെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്താതിരിക്കുക മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നമ്മൾ എന്താണ് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് യെസ് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഏത്, OMR എന്ന് പറയും. OMR ഓക്കെ, OMR നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. OMR റെഡി, നമുക്കെന്താണ് ആ ഒരു ടെക്സ്റ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള OMR അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. അതും അല്ലെങ്കിൽ പലരും ചെയ്യുന്നു തിയറി പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, എനിക്ക് തിയറി അറിയാം, സോ അതുകൊണ്ട് എന്താണ് OMR ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡിൽ മുന്നോട്ട് പോവുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഇത് രണ്ടും മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും എന്താക്കണം, OMRന്റെ കേസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതാണ് നമ്മളൊരു പ്രോബ്ലം പേപ്പറിലാണ് ബേസിക് ആയിരുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ കേസ് ശ്രദ്ധിക്കേണ്ടത്. റെഡി, എന്താ ഓരോ കൺസെപ്റ്റിന്റെ അല്ല എല്ലാ കൺസെപ്റ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റെഡി, അതേപോലെ തന്നെ OMR, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ റെഡി അതിലുള്ള എല്ലാ കോൺസെപ്റ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലെങ്തി ക്വസ്റ്റ്യൻ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മക്കൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓരോ കോൺസെപ്റ്റിൽ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണോ ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. അതേപോലെ OMR പലരും സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്താണ്, നമുക്ക് കൃത്യമായി നമ്മൾ തിയറി പഠിച്ചു, അതുകൊണ്ട് നമുക്ക് OMR ചെയ്യാൻ പറ്റും എന്ന് വെറുതെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. OMR ഇതേ പറഞ്ഞ പോലെ നമ്മൾ എന്താക്കണം, വായിച്ച് പഠിച്ച് എന്താണ് വർക്കൗട്ട് ചെയ്യുക മീൻസ് നമുക്ക് വായിച്ച ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കിട്ടണം. നമുക്കൊന്ന് എന്താണ് ഡയറക്റ്റ് ചോദിക്കാതെ ഒന്നതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ OMR പലരും തെറ്റിക്കും. ഓക്കെ, OMRന്റെ പ്രശ്നം അത്. സോ അതുകൊണ്ട് എന്താണ് OMR ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് നിർബന്ധമായിട്ടും മകള് വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓക്കെ, തെരഞ്ഞ് കണ്ടുപിടിച്ച് എന്താക്കുക ചെയ്യുക. റെഡി? അപ്പൊ ഇത് രണ്ടും മക്കൾക്ക് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളത് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത്. യെസ്, ഈ രണ്ടും ഇപ്പോൾ എന്താ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ OMRന്റെ കേസ് ആയാലും എല്ലാം നമുക്ക് എന്താണ് വേണ്ട പോലെ നല്ല പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് എന്തെന്ന് നമ്മുടെ ബാച്ചിലുള്ള വർക്ക്ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ചാപ്റ്റർ വൈസ് എക്സാംസ് ആണെങ്കിലും PYQ സൊല്യൂഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ മോഡൽ എക്സാം എന്ന് പറയുന്ന ഈ 4 ഫീച്ചേഴ്സ് ഇത് മക്കൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ വെച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് OMR നമുക്ക് വർക്ക്ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് എക്സാംസിലൂടെ ആണെങ്കിലും നമുക്ക് എന്താ ഇഷ്ടം പോലെ എന്താണ് OMR നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് OMR ഒരു ചാപ്റ്ററിലെ. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ, എല്ലാ കൺസെപ്റ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ ചാപ്റ്റർ വൈസ് എക്സാമിലൂടെ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് മോഡൽ എക്സാമിലൂടെ നമുക്ക് കിട്ടും ഓരോ ചാപ്റ്ററിന്റെയും. പിന്നെ അതുപോലെ തന്നെ PYQ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലും ആ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ബാച്ചിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന 2 മിസ്റ്റേക്കുകളാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മിസ്റ്റേക്ക് ആവും. ഓക്കെ, നല്ല രീതിയിൽ മാർക്ക് മിസ്സാവും. ഓക്കെ, അപ്പോൾ അത് ഇല്ലാതാക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് നമ്മുടെ ബാച്ചിലുള്ള ഈ ഒരു ഫീച്ചർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. എത്ര പേര് എന്താണ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും സാറിന് അറിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, മക്കൾക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അത്രത്തോളം മക്കൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പം എന്താണ് ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ എന്താണ് ഇനിയും വൈകിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും നന്നായിട്ടൊന്ന് ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താക്കാൻ മുന്നോട്ട് പോകാൻ പറ്റും. സോ എന്താണ് ടൈം ഇനിയും വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.